അങ്ങനെ ഗോമൂത്രത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഗോമൂത്രം മനുഷ്യർക്ക് ഉപയോഗിക്കാൻ സുരക്ഷിതമല്ലെന്ന് ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പശുക്കളുടെയും എരുമകളുടെയും മൂത്ര സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ദോഷകരമായ 14 തരം ബാക്ടീരിയകൾ കണ്ടെത്തിയതായി IVRI മുന്നറിയിപ്പ്. ഗോമൂത്രത്തിന് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്നവർ ഏറെയാണ്. ഇക്കൂട്ടത്തിൽ ഒടുവിൽ പ്രസ്താവന ഇറക്കിയ പ്രമുഖൻ മദ്രാസ് IIT ഡയറക്ടർ V കാമകോടിയാണ്. ഗോമൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് കാമകോടി പറയുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ. ഗോമൂത്രം പിബാമി அப்படினாராம். ഈ സാഹചര്യത്തിൽ IVRI മുന്നറിയിപ്പിന് പ്രസക്തിയേറെയാണ്. ഗോമൂത്രത്തിന് ബാക്ടീരിയയും ഫംഗസിനെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് മദ്രാസ് IIT ഡയറക്ടർ V കാമകോടിയുടെ അവകാശവാദം. നല്ല ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ഡൈജസ്റ്റീവ്, இந்த ஸ்டொமக் இரிட்டபிள் பவுல் சிண்ட்ரோம், இது மாதிரி பல இதுக்கு നമുക്ക് വലിയ മെഡിസിൻ. കുടലുണ്ടാകുന്ന അസുഖങ്ങൾക്കും ഗോമൂത്രം ഗുണകരമാണ്. മുമ്പ് തന്റെ പിതാവിന് പനി വന്നപ്പോൾ ഗോമൂത്രം നൽകിയതോടെ 15 മിനിറ്റിനകം അസുഖം മാറിയെന്നാണ് കാമകോടിയുടെ വാദം. ഉടനെ പോയി അങ്ങ മാട്ടിലെ ശിവാസ്ഥാനത്തില് ഗോമൂത്രത്തെ എടുത്തിട്ട് വന്നാറാം, കടകടന്ന് കുടിച്ചാറാം, 15 നിമിഷത്തിൽ തുടർന്ന് എടുത്താം. ഇതിനിടെ IIT ഡയറക്ടർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. DMKയും കോൺഗ്രസും രൂക്ഷമായി പരിഹസിക്കുകയാണ്. അശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് പദവിക്ക് യോജിച്ചതല്ലെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം. രാജ്യത്ത് കുറെ കാലമായി പശു ഒരു വിവാദ വിഷയമാണ്. പശുവിനെ അമ്മയായി ആരാധിക്കുന്നവർ ഒരു ഭാഗത്ത്, അല്ല പശു ഒരു സാധാരണ മൃഗമാണെന്ന് പറയുന്നവർ മറുവശത്ത്. പശുവിനോടുള്ള ആരാധന മൂത്ത് ബീഫ് നിരോധിക്കുന്നതുവരെ എത്തി നിൽക്കുകയാണ് ഇവിടെ കാര്യങ്ങൾ. കാലികളെ കടത്തുന്നവരെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ വാർത്തകളും പതിവായി. കൂടുതലും ഉത്തരേന്ത്യയിൽ നിന്നാണിത്. പശുവിന് വിശുദ്ധ ഇമേജ് നൽകുന്നതിൽ ഗുജറാത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ് മുൻപിൽ. പശുവിന്റെ മൂത്രത്തിൽ സ്വർണത്തിന്റെ അംശമുണ്ടെന്ന് ജുനാഗഡ് കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നേരത്തെ പറഞ്ഞിരുന്നു. 4 വർഷത്തോളം നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിലാണത്രേ ഗോമൂത്രത്തിൽ സ്വർണമുണ്ടെന്ന് ഇവർ സ്ഥിരീകരിച്ചെന്നാണ് അവകാശവാദം. രാഷ്ട്രീയ നേതൃത്വത്തെ തൃപ്തിപ്പെടുത്താൻ അഭിപ്രായം പറയുന്നവരായി ശാസ്ത്രജ്ഞർ മാറുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെയാണ് ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതീക്ഷയാകുന്നത്.